ദിവിഷ് ഏകദേശം 2 മണിക്കൂർ 10 മിനിറ്റ് എടുത്ത പ്രസംഗമായിരുന്നു നിലമ്പൂരിൽ PV അൻവർ MLA നടത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ PV അൻവർ സർക്കാരിനെതിരെ, ആഭ്യന്തര വകുപ്പിനെതിരെ, പോലീസിനെതിരെ നടത്തിയിരിക്കുന്ന ആക്രമണം അദ്ദേഹം വിശദീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനമായും അദ്ദേഹം പറഞ്ഞത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്തുകൊണ്ട് ഇങ്ങനെ പരസ്യമായി സർക്കാരും പോലീസും സംവിധാനവും ഒക്കെ അന്വേഷിക്കും, ഉന്നയിച്ച പരാതികൾ അന്വേഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് അതിന് വഴങ്ങാതെ, അതിന് കാത്തു നിൽക്കാതെ താൻ ഇത് പരസ്യമായി വീണ്ടും പറയേണ്ടി വന്നു എന്നുള്ളത് അദ്ദേഹം വിശദീകരിക്കും. അതായത് വളരെ കൃത്യമായ തെളിവുകൾ നൽകി ADGP MR രജിത്കുമാറിനെതിരെ വളരെ കൃത്യമായ തെളിവുകൾ എളുപ്പത്തിൽ ഒരു 2 ദിവസം കൊണ്ട് അന്വേഷിച്ച് അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള തെളിവുകൾ നൽകിയിട്ടും 6 മാസത്തെ അന്വേഷണത്തിന് വേണ്ടി സർക്കാർ വേണ്ടി തീരുമാനിച്ചു. ഒപ്പം തന്നെ താൻ മുന്നോട്ട് വെച്ച ഈ മലപ്പുറം SP ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രഖ്യാപിച്ച അന്വേഷണം അത് കണ്ണിൽ പൊടിയിടാനാണെന്ന് കൃത്യമായി വ്യക്തമായതിനെ തുടർന്നാണ് അതിന് സർക്കാർ പറഞ്ഞിരിക്കുന്ന അന്വേഷണം അത് മാനിക്കേണ്ട എന്ന് കരുതി തുറന്ന പോരിന് താൻ ഇറങ്ങിയതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അദ്ദേഹം പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ വ്യത്യാസമില്ലാതെ ഒരു നക്സസ് പ്രവർത്തിക്കുന്നു. അതായത് CPM-ലെയും കോൺഗ്രസിന്റെയും ലീഗിന്റെയും, അത് മാത്രമല്ല BJP നേതാക്കന്മാരും കൂടി ഉൾപ്പെട്ട ഒരു നക്സസ് ആണ് കേരളത്തിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നക്സസിന്റെ പിടിയിൽ നിന്നും കേരളത്തെ മോചിപ്പിക്കണമെങ്കിൽ തനിക്ക് ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാതെ, പരസ്യമായി പോരാട്ടത്തിനിറങ്ങാതെ, പാർട്ടിയുടെ കൈവിലങ്ങുകൾ പൊട്ടിച്ചെറിഞ്ഞ് CPM-ന്റെ സംഘടനാ സംവിധാനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബന്ധങ്ങൾ പൊട്ടിച്ചെറിഞ്ഞ് പുറത്തു വരാതെ കഴിയില്ല എന്ന് തനിക്ക് മനസ്സിലായി. എങ്കിൽ മാത്രമേ കേരളത്തെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. കേരളം വലിയൊരു അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ് ഇരിക്കുന്നത്. അത് ഈ നക്സസ് സാമ്പത്തിക ലാഭത്തിന് വേണ്ടി, രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഇത്തരം പല കാര്യങ്ങൾക്കും സംഘപരിവാറിന് വിധേയപ്പെടുന്നുണ്ടെന്ന് തനിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ സുവ്യക്തമായി എന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇനി കാത്തിരിക്കേണ്ടതില്ല, താൻ വഞ്ചിക്കപ്പെട്ടതിന്റെ പല അനുഭവങ്ങൾ അദ്ദേഹം തുറന്നു പറയുകയുണ്ടായി. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ തുടർന്നുണ്ടായ നടപടിയിലൊക്കെ വഞ്ചിക്കപ്പെട്ടെന്ന് മനസ്സിലായി. ഇനിയും വഞ്ചിക്കപ്പെടാൻ താൻ തയ്യാറല്ല എന്ന് വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിലാണ്, തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ഇക്കാര്യം തുറന്നു പറയാൻ തീരുമാനിച്ചതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്, താൻ എന്തായിരിക്കും ഇനി അടുത്ത നീക്കം എന്നുള്ളത് അദ്ദേഹം പറയുന്നു. 2-3 സ്ഥലങ്ങളിൽ അദ്ദേഹം പറഞ്ഞു 15 ദിവസം അല്ലെങ്കിൽ 1 മാസക്കാലം താൻ ജനങ്ങളുമായി നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കും. ജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തിരിച്ചറിഞ്ഞ ശേഷം ജനങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, തനിക്ക് പിന്നിൽ അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുകയാണെങ്കിൽ ജനങ്ങൾ ഉണ്ടാക്കുന്ന പാർട്ടിയിൽ താൻ ഉണ്ടാകും എന്ന് അദ്ദേഹം പറയുന്നു. താൻ സ്വന്തം നിലയിൽ നേരിട്ടൊരു പാർട്ടി രൂപീകരിക്കുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ജനങ്ങളുടെ അഭിപ്രായം സ്വരൂപിച്ച് അത് തിരിച്ചറിഞ്ഞ് ഒരു സ്വന്തം രാഷ്ട്രീയ പാർട്ടി വേണോ എന്നുള്ള കാര്യമൊക്കെ തീരുമാനമെടുക്കുമെന്ന് അദ്ദേഹം ആ നിലപാട് പറയുന്നു. അതായത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പോകുന്നു എന്നുള്ള ഒരു അല്ലെങ്കിൽ കോൺഗ്രസ്, ലീഗ് ഒക്കെ ഓപ്ഷനായി അദ്ദേഹം എടുക്കുമെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുകയില്ല അദ്ദേഹത്തിന്റെ വാക്കുകളിൽ. കാരണം അദ്ദേഹം ഇത്തരം പാർട്ടികളിലെ നേതാക്കന്മാരെല്ലാം ഒരുമിക്കുന്ന ഒരു നക്സസ് ഉണ്ടെന്ന് പറയുന്നതോടുകൂടി അദ്ദേഹം ഇത്തരം രാഷ്ട്രീയ പാർട്ടികളുടെ ഇപ്പോഴുള്ള കേരളത്തിലുള്ള കോൺഗ്രസ്, ലീഗ്, CPM ഒപ്പം BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ. അൻവറിന്റെ പ്രസംഗം പൂർത്തിയാകുന്നു. ഒരുപാട് ആളുകൾ അവിടെ കൂടിയിരുന്നു. വലിയ ആവേശത്തോടെ തന്നെയാണ് അൻവറിന്റെ വാക്കുകളെ ആളുകൾ സ്വീകരിക്കുന്നത്. അതിനുശേഷവും വലിയ ജനത്തിരക്ക്, ഫോട്ടോ എടുക്കാനടക്കം ആളുകൾ തിക്കിത്തിരക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്.